Hi friends, welcome back to Nairah's kitchen. ഇന്ന് ഞാൻ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. വാട്ടർമെലൺ പഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർമെലൺ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് മെഷർമെന്റിൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സീഡ്സ് ഒന്നും കളഞ്ഞിട്ടില്ല. അടിച്ചു കഴിയുമ്പോൾ അരിക്കണത് കൊണ്ട് ഇതിന് കളയേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് വാട്ടർമെലന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, സീഡ്സ് ഒക്കെ മാറ്റിയിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 ചെറിയ പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ സോഡ, കുറച്ച് ഐസ് ക്യൂബ്സ് വേണം, ഒരു പിഞ്ച് ഉപ്പും വേണം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ 3 പുതിനയില ഇട്ട് കൊടുക്കാം. ഇത് കൂടി പോകരുത്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്, അപ്പോൾ അത്രയും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പകുതി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം. കുരു ഒന്ന് മാറ്റിയിട്ട് വേണം പിഴിയാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഫസ്റ്റ് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ച വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. ഇനി അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പകുതി ജ്യൂസ് ഒഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചാൽ മതി. ഇനി സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാട്ടർമെലൺ പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെയും ബൈ.